അപ്പൊ ഈ അഫർമേഷൻ നമ്മൾ ചെയ്തിട്ടും എന്തുകൊണ്ടായിരിക്കാം നമുക്ക് യഥാർത്ഥത്തിൽ അതിന്റെ റിസൾട്ട് ലഭിക്കാത്തത്? അതിന്റെ ഉത്തരം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഉപബോധ മനസ്സിന്റെ അകത്തേക്ക് എന്ത് കടത്തിവിട്ട് കഴിഞ്ഞാലും അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുവാൻ ഉപബോധ മനസ്സിന് സാധിക്കും എന്നതാണ്. വളരെയേറെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് പല ആളുകളും എന്നോട് ചോദിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് പല ക്ലാസ്സുകൾ കേട്ടിട്ടും നിരന്തരമായിട്ട് അഫർമേഷൻ കൊടുത്തിട്ടും അല്ലെങ്കിൽ ഓട്ടോ സജഷൻ കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ഈ ഓട്ടോ സജഷൻ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കയറിയിട്ട് നമുക്ക് കൃത്യമായ റിസൾട്ട് ലഭിക്കാത്തത്? അപ്പം നമ്മളൊക്കെ ഇപ്പം ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാം, നമ്മൾ അഫർമേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ അഫർമേഷൻ നമ്മൾ ചെയ്തിട്ടും എന്തുകൊണ്ടായിരിക്കാം നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ റിസൾട്ട് ലഭിക്കാത്തത്? അതിൻ്റെ ഉത്തരം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഉപബോധ മനസ്സിന്റെ അകത്തേക്ക് എന്ത് കടത്തിവിട്ട് കഴിഞ്ഞാലും അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുവാൻ ഉപബോധ മനസ്സിന് സാധിക്കും എന്നതാണ്. എന്നാൽ ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരു ഫാൻസി വേൾഡിൽ ജീവിക്കുന്ന ആളുകളാണിപ്പോൾ. ഫാൻസി എന്ന് പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ അണിഞ്ഞൊരുങ്ങി അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സത്വത്തിനെ കാണിക്കാതെ ഒരു മുഖമൂടി വെച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. അതേപോലെ തന്നെ മറ്റൊരു വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന ആളുകളാണ്. എന്താണ് ഈ ഫാൻറ്റസി വേൾഡ് എന്ന് പറയാൻ കാരണം? നമ്മളെപ്പോലെയുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ തന്നെ ആന്തരികമായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം നമുക്കെല്ലാവർക്കും നൈറ്റ് പാർട്ടിക്ക് പോകണം, നമുക്കെല്ലാവർക്കും കാറ് വേണം, നമുക്കെല്ലാവർക്കും വീട് വേണം, നമുക്കെല്ലാവർക്കും ബർമുഡയിട്ട് നടക്കണം. ഇങ്ങനെ ലോകം മാറിയതുപോലെ തന്നെ നമ്മളൊക്കെ ആന്തരികമായിട്ട് മാറി. ഇതൊക്കെ നമുക്ക് വേണം. പക്ഷേ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ വരുമാനത്തിൻ്റെ കുറവ് കാരണം ആന്തരികമായ മാറ്റം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും? അവിടെ വലിയ നിരാശ വരും, ഫ്രസ്ട്രേഷൻ എന്ന് പറയും. പൊതുവേ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫ്രസ്ട്രേഷൻ ടോളറൻസ്, അതായത് നിരാശയെ താങ്ങുവാനുള്ള കഴിവ് ഏറ്റവും കുറവുള്ള ആളുകളാണ് മലയാളികൾ. അപ്പം അതുകൊണ്ട് തന്നെ ഈ നിരാശയിൽ കിടന്നിട്ട് നിങ്ങൾ എത്ര അഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിന് ഫലം കിട്ടില്ല. അതുമാത്രമല്ല, ഈ ഫാൻസിയിൽ ജീവിക്കുന്നത് കാരണം തന്നെ നമ്മളൊക്കെ ഉള്ളിലേക്ക് കൊടുക്കുന്ന അഫർമേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ലോജിക് ഇല്ലാത്ത അഫർമേഷനാണ് പലപ്പോഴും നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ അഫർമേഷൻ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി ആ അഫർമേഷൻ ലോജിക്കോട് കൂടിയിട്ടുള്ള അഫർമേഷൻ ആയിരിക്കണം. എന്താണ് ഈ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ്, അതാരും ആയിക്കോട്ടെ, അദ്ദേഹം ഒരു അഫർമേഷൻ കൊടുക്കുകയാണ്, ഞാൻ അമേരിക്കൻ പ്രസിഡന്റായിട്ട് മാറാൻ പോവുകയാണ്. അത് പ്രാക്ടിക്കലായിട്ട് ലോജിക്കലി നടക്കാത്ത കാര്യമാണ്. ബുദ്ധിമുട്ടാണ്. നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, ബുദ്ധിമുട്ടാണ്. എന്നാൽ അമേരിക്കയിലുള്ള ഒരു വ്യക്തി ആ ഒരു അഫർമേഷൻ കൊടുക്കുകയാണെങ്കിലോ അത് വളരെ ഈസി ആയിരിക്കും. രണ്ട്, ഈ ലോജിക്കിനെ കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാണ്. ഒരു അഫർമേഷൻ എഴുതി ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ അഫർമേഷനകത്ത് കൊടുത്തിരിക്കുന്നത് ഇന്ന് തൊട്ട് എനിക്ക് പറക്കാൻ സാധിക്കുന്നു. പ്രാക്ടിക്കലി ഇതെത്ര നിങ്ങൾ ഉപബോധ മനസ്സിനകത്തേക്ക് കടത്തിവിട്ടാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറക്കാൻ സാധിക്കില്ല. അത് ലോജിക്ക് ഇല്ലാത്തതാണ്. എന്നാൽ ആ വാചകത്തിനെ ലോജിക്കോടുകൂടി എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം? ഞാനൊരു പൈലറ്റ് ആവാൻ പോവുകയാണ്. ഫലത്തിൽ രണ്ടും ഒന്നാണ്. പൈലറ്റിന്റെ പണിയും പറക്കലാണ്. പക്ഷേ ഞാൻ പറക്കാൻ പോവുകയാണ്, എനിക്ക് ചിറക് വന്ന് പറക്കാൻ പോവുകയാണ് എന്ന് കൊടുക്കുന്നതിന് പകരം ഞാൻ ഒരു പൈലറ്റ് ആകുവാൻ പോവുകയാണെന്ന് കൊടുക്കുമ്പോൾ അത് ലോജിക്കലായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ് അഫർമേഷൻ എന്ന് ചോദിച്ചാൽ, അഫർമേഷൻ വിൽ ബി എ ക്ലിയർ, ലോജിക്കൽ,
വേർബൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അത് ക്ലിയർ ആയിരിക്കണം, ലോജിക്കലായിരിക്കണം, അതുപോലെ വാക്കുകൾ കൊണ്ട് നിരന്തരം ഉച്ചരിക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ള അഫർമേഷൻ മാത്രമേ, അങ്ങനെയുള്ള ഓട്ടോ സജഷൻ മാത്രമേ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കയറുകയുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അഫർമേഷൻ അല്ലെങ്കിൽ ഓട്ടോ സജഷൻ നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് അത് ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് നമുക്ക് നടക്കണമെങ്കിൽ അത് ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം എന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക.